ഇനി അടുത്ത പരിപാടി ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടി നമ്മളെ ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അതും ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ലാത്തിട്ടാണ്. ഷെഡ്യൂളിംഗ്, ബസ്സിൻ്റെ ഷെഡ്യൂളിംഗ് മുഴുവൻ കമ്പ്യൂട്ടറിലാകാമാണ്. അപ്പം മാനുവലായിട്ട് എനിക്ക് ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്കോ CMDക്കോ ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വണ്ടി ഓടിക്കാവില്ല. അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. അതും ഒരു റെവല്യൂഷനായിരിക്കും. അത് നിലവിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനൊരു ഈ ടിക്കറ്റ് മെഷീനിൽ നിന്ന് കിട്ടുന്ന കളക്ഷൻ ഡേറ്റയും GPS-ൻ്റെ പ്രശ്നമുണ്ട്. ഇതും ഡ്യൂട്ടി പാറ്റേൺ ജീവനക്കാരെ ഇത് മൂന്നും കൂടെ വെച്ചുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള നമ്മൾ പരസ്യം ചെയ്തിരിക്കുകയാണ്. ആളുകൾ വരണം. പല കമ്പനികൾ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്, അവർ വരണം. അതൊരു വളരെ റെവല്യൂഷനായിരിക്കും. മനുഷ്യനായിരിക്കില്ല, AI സംവിധാനത്തോടു കൂടിയ ഒരു സോഫ്റ്റ്വെയറാണ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനായിരിക്കില്ല KSRTC ബസ്സിൻ്റെ ഷെഡ്യൂൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്താണ് പ്രയോറിറ്റി. ജനങ്ങൾക്ക് പാസഞ്ചേഴ്സിന് ആവശ്യമില്ലാത്ത സമയത്ത് വണ്ടി ഒതുക്കിയിടും. അപ്പോൾ അത്രയും ഡീസൽ ലാഭമുണ്ട്. വണ്ടി ഓടാതിരിക്കുന്നതാണ് ലാഭം. ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടാണെങ്കിലും വണ്ടി ഓടാതിരുന്നാൽ ലാഭമാണ്. ഉച്ച സമയത്ത് ആരും ഇല്ലാത്തപ്പോൾ വണ്ടി വേണ്ടാന്ന് പറയും. അപ്പോൾ ആ സമയത്ത് ഡെഡ് മൈലേജ് ഓടില്ല, ടയർ തേയില്ല, ഡീസലും പോവില്ല. ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവരുടെ ഡ്യൂട്ടി നിന്നാലും അവർ ഉച്ചയ്ക്ക് കിടന്നൊന്ന് ഉറങ്ങി എണീറ്റാലും കുഴപ്പമൊന്നുമില്ല. മറ്റേ നഷ്ടം അതിനേക്കാളും വലിയ നഷ്ടമാണ്. അതുകൊണ്ട് അത്രയിൽ മാക്സിമം ഇതൊരു സയൻറ്റിഫിക് ആയിട്ട് നമ്മളിപ്പോൾ ഒരു KSRTC പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൂഡ് മെക്കാനിസത്തിലാണ്. അത് മാറിയിട്ടൊരു ഒരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി. അതുപോലെ തന്നെ KSRTCയുടെ ജീവനക്കാരോടാണ് പറയുന്നത്, ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇൻഷുറൻസിൽ എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, എല്ലാവരും നമുക്കെന്താണ് സംഭവിക്കുന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇത്രയും വലിയൊരു ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിരിക്കും. എല്ലാവരും അവരുടെ നോമിനിയുടെ പേര് നിർബന്ധമായി അറിയിച്ചിരിക്കണം. നിങ്ങൾ ആരുടെ നോമിനി, നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ സഹോദരങ്ങളെയോ സുഹൃത്തുക്കളെയോ ഭാര്യയോ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് നോമിനിയായിട്ട് വയ്ക്കാം. ആ നോമിനി പക്ഷേ എഴുതിയിരിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചാൽ പഴയ ഗതി തന്നെ, ഇതൊന്നും കിട്ടില്ല. ഇതിൻ്റെ ലാഭം ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രമായിരിക്കും. ദയവ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കണ്ട. നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ കുടുംബങ്ങൾ മറ്റുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ജീവിക്കാൻ ഒരു മാർഗം, വലിയൊരു മാർഗ്ഗമാണ്. 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല. ഒരു മരണം സംഭവിക്കുന്ന വീട്ടിൽ വിമാനത്തിൽ അപകടത്തിൽ പോലും 1 കോടി രൂപയുള്ളൂ. അപ്പോൾ അത് കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ എത്രയും പെട്ടെന്ന് തീരുമാനമെടുത്ത് നോമിനി ആരെന്ന് എഴുതി കൊടുക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. KSRTCയുടെ മാനേജ്മെൻറ്റിന് യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും എഴുതി കൊടുത്തില്ലെങ്കിൽ നോമിനി എഴുതി കൊടുക്കണം.